സത്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലരും ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടില്ല, ഇതും പിടിച്ചല്ലേ വന്നേ. അതെ, ഞാനിപ്പോൾ ഏത് രീതിയിൽ ഇരിക്കുന്നു ആ രീതിയിലൊരു കഥാപാത്രത്തിനെ ഇപ്പോൾ ചുറ്റിപ്പറ്റിയുള്ളൊരു സ്ക്രിപ്റ്റുമായിട്ട് വന്നാൽ ഞാൻ ശ്രമിക്കാം. അല്ലാതെ ഇന്നയാളിൻ്റെ അച്ഛനായിട്ടോ ഇന്നയാളിൻ്റെ അമ്മാവനായിട്ടോ എന്നെ വിളിക്കരുത്. ഇപ്പം ഞാൻ എൻ്റേതായിരിക്കണം, എൻ്റെ കഥയായിരിക്കണം സിനിമയിൽ. പക്ഷെ ആ കഥാപാത്രം ഞാനായിരിക്കണം. അങ്ങനെ ഒരെണ്ണം എഴുതിക്കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ നോക്കാം. 5-6 പേരെണ്ണം എഴുതിക്കൊണ്ട് വന്ന് കൊള്ളില്ലെന്നൊന്നും തിരിച്ചും കൊടുത്തിട്ടുണ്ട്. കൂടെയുള്ള ആളുകൾ, ഒപ്പം ജോലി ചെയ്തവർ, അഭിമുഖം എടുക്കാൻ വരുന്നവർ എല്ലാവരും ഈ ലെജൻഡ് അല്ലെങ്കിൽ മഹാപ്രതിഭ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വികാരം സിനിമയ്ക്ക്? അതിങ്ങനെ കേട്ട് പോകുന്ന വരാറില്ല. ഒരു ചാരിതാർത്ഥ്യം തോന്നാറുണ്ടോ? ഇല്ല, അതൊരു സാധാരണ ചേട്ടാന്നോ അമ്മാവാന്നോ ഒക്കെ വിളിക്കും പോലെ തോന്നിയിട്ടുള്ളൂ. മലയാള സിനിമയിലെ കാരണവരെന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലേ തോന്നിയിട്ടുള്ളൂ. മനസ്സിൽ എത്രയായിരിക്കും പ്രായം? ഈ ഒരു നാച്ചുറൽ പ്രോസസ്സാണെന്നുള്ള പൂർണ്ണമായ അറിവും ബോധമുള്ളതുകൊണ്ട് മനസ്സിനെ ഇത് ബാധിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ബാധിക്കുമെന്ന് പണ്ടേ അറിയായിരുന്നു. പക്ഷേ ഇത് പറ്റിയെന്താന്ന് പറഞ്ഞാൽ അബദ്ധം ഒന്നേ പറ്റിയുള്ളൂ. ഇത്രയും നാൾ ഇരിക്കുമെന്ന് വിചാരിച്ചില്ല. അതാണ് പറ്റിയത്. ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പണ്ടത്തെ സിനിമകളാണ് അധികം കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിനിമ അധികം ഷൂട്ട് ചെയ്യുന്നത് മദ്രാസിലായിരുന്നില്ല. അപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ള പടങ്ങളിലെ പോലും ഒരു 30% പടങ്ങളെ ഞാൻ കണ്ടിരുന്നുള്ളൂ അന്ന്. കാരണം അവിടെ ഷൂട്ടിംഗ് നടക്കും, ഇവിടെ റിലീസ് ചെയ്യും. അഥവാ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞിരുന്നാലും റിലീസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നാലും ഈ തിയേറ്റർ അടുത്തില്ലാത്ത ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കും നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉള്ളത്. ചിലപ്പോൾ മാത്രം സിറ്റിയുടെ അടുത്ത് വരും. അപ്പോൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണാൻ സാധിച്ചു എന്ന് വരും. അങ്ങനെ സ്വന്തം പടങ്ങൾ പോലും അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് ഒരു 30% കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഇതുകൊണ്ട് അനന്തര 30% ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു 40% ബാക്കിയുള്ളൂ. ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒരു ഷോട്ട് അഭിനയിച്ചു കഴിഞ്ഞ് മോണിറ്ററിൽ അത് വന്ന് കാണുന്നു, സിനിമ റിലീസാകുമ്പോൾ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുന്നു, സംവിധായകരുടെ കൂടെ ഇരുന്ന് കാണുന്നു, അഭിനയം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അന്ന് കാലത്ത് സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോഴാണ് സാറിനെ പോലുള്ള നടന്മാർ എന്താണ് ചെയ്തത് നിങ്ങൾ തന്നെ സ്വയം കാണുകയുള്ളൂ. അന്ന് മോണിറ്റർ ഇല്ല, ഫിലിമാണ്, ഫിലിമിന് അതിഭീകര വാല്യൂ ഉള്ള ഒരു സമയമാണ്. അന്ന് അഭിനയത്തെ മെച്ചപ്പെടുത്താനുള്ളൊരു പ്രക്രിയ എങ്ങനെയായിരുന്നു? ഈ നാടകം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ടോ? നമ്മൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഏതെങ്കിലും നടന്ന വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ പണ്ട് സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ ഉടനെ ഫിലിം കൊണ്ടുപോയി അവർ ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കാണാനൊന്നൊരു പണിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആവശ്യമില്ല. കാണാനൊരു സൗകര്യം വന്നപ്പോൾ ഉടനെ കാണുന്നു. ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് കാണാൻ സാധിക്കും, ഇല്ലേ? അതുകൊണ്ട് കാണുന്നു എന്നുള്ളതുണ്ട്. അത് ഈ കാലം മാറുന്നതനുസരിച്ചിട്ട്, സൗകര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് അത് ഉള്ള മാറ്റമാണിത്. ഈ പണ്ടത്തെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒപ്പം അഭിനയിച്ചവർ കൂടി ഉണ്ടല്ലോ. ഒപ്പം അഭിനയിച്ച നടന്മാർ, നടിമാർ, അവരൊന്നും ഇപ്പോൾ ഏറിയ പങ്കുമില്ല. ശൂന്യത അനുഭവപ്പെടാറുണ്ട് അത് ആലോചിക്കുമ്പോൾ? ശൂന്യതയല്ല. ആദ്യം ഞാനിത് കാണാൻ തുടങ്ങിയപ്പോൾ അത് ഈ അഭിനയെല്ലാം നിർത്തിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ടി വിയിൽ പടം കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാണാത്ത പടങ്ങൾ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിന് വലിയ വേദന തോന്നിയിരുന്നു. അപ്പോൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിരിക്കും സിനിമയെക്കാളും കൂടുതൽ മനസ്സിൽ വരിക. അപ്പോൾ കൂടുതലും മനസ്സിൽ വിഷമം തോന്നിയിരുന്നു. എന്നിട്ടും പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ അറിയാതെ മനസ്സിലൊരു വ്യത്യാസം വന്നത്, മറ്റേത് മരിച്ചവരുടെ കാണലോ നിൽക്കുന്നത് എന്നുള്ള ദുഃഖം മാറിയിട്ട് അവർ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരു ഫീലിംഗായി.